ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രൈറ്റർ സൈഡിൻ്റെ മറ്റൊരു ടെക് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ടെക് എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം, യൂട്യൂബേഴ്സ് എസ്പെഷ്യലി ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് ഡബെല്ലാം ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് ഒന്നര മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല വ്യൂസ് ഒക്കെ കിട്ടി, ഒരുപക്ഷെ നല്ല എന്താ പറയുക, 1000, 10,000, 20,000 ഒക്കെ വ്യൂസ് കിട്ടിയതിന് ശേഷമായിരിക്കും അതിലൊരു പ്രോബ്ലം നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രശ്നം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതുവരെയും കിട്ടിയ വ്യൂസ് എല്ലാം പോകും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് പുതിയൊരു ഓപ്ഷൻ തരുന്നുണ്ട്. യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലൊരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലാസിക്കിലും അത് ചിലപ്പോൾ അത് ഫങ്ഷൻ ആകാറുണ്ട്. എനിവേ, നമ്മളിപ്പോൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നതും ക്രിയേറ്റർ സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ക്രിയേറ്റർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് ഓപ്ഷൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്താൽ അതിന് പ്രശ്നം കാണത്തില്ല. കാരണം അതൊരു പഴയ വീഡിയോ അസിറ്റീസ്, അതായത് അത് എന്നു മുതൽ അപ്ലോഡ് ചെയ്തു അതുവരെയുള്ള വ്യൂസ് എല്ലാം പോകത്തില്ല, കറക്റ്റ് കിട്ടും. അതൊരു പക്ഷേ നമുക്ക് 10,000, 20,000 വ്യൂസ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് പുതിയൊരു വീഡിയോ ഇട്ടാൽ ഒരുപക്ഷേ അത് പുതിയ വീഡിയോ ആയിട്ട്, ഒരുപക്ഷേ എന്നല്ല, ഒരു പുതിയ വീഡിയോ ആയിട്ട് മാത്രമേ യൂട്യൂബ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ കിട്ടിയ വ്യൂസ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഒരു റീച്ച് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തിയ പ്രോബ്ലം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ലൈഡ് കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ ലെങ്ത് റിപ്പീറ്റായിട്ട് എന്തെങ്കിലും നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞു അത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വോയിസ് ബ്ലേഡായി പോയി അതങ്ങ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ കോപ്പി റൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തി അത് റിമൂവ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലെ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലെ എഡിറ്റിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതിൽ ഒരു പോർഷൻ ഏതെങ്കിലും സെലക്ട് ചെയ്യുകയാണ് ഒരു വീഡിയോയുടെ. ഞാനിപ്പോൾ ടിക്ടോക്ക് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് വച്ചേക്കുവാണ്. ഞാനിപ്പോൾ ഹെൽമെറ്റ് ഇല്ലേ പണി കിട്ടും അതെടുക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ അതും വേണ്ട, നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം. മോണിറ്റൈസേഷൻ ഇല്ലാത്ത ഏതെങ്കിലും വീഡിയോ കിട്ടിയാൽ നോക്കാം. സ്കിൽ ഇന്ത്യ ബാൻ ചെയ്തു, മോദിയുടെ നയതന്ത്ര, അത് എഡിറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു വലിയ ഓട്ടമില്ലാത്ത വീഡിയോ നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. വേറെ വീഡിയോ നമുക്ക് പറ്റത്തില്ല, നമ്മുടെ ചാനലിലെ വീഡിയോ തന്നെ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ചെയ്യാം. JK റൗളിംഗ് സ്റ്റോറി, ഇത് മോട്ടിവേഷൻ സ്റ്റോറി, അത് വലിയ ഓട്ടമൊന്നുമില്ല, മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് എടുത്തു, അത് വ്യൂ ഓൺ യൂട്യൂബ് കൊടുത്തു. അവിടെ നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ കിട്ടും അല്ലേ. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ കിട്ടും. ഞാനത് ഇവിടെ ഒരു എഡിറ്റ് കൊടുത്തു. എഡിറ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അതിൻ്റെ എഡിറ്റർ ഓപ്ഷൻ വരും. അപ്പോൾ എഡിറ്റർ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതിയോ. ഞാനത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോവുകയാണ്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇത് പല ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കൺഫ്യൂഷൻ ആവും. നമുക്ക് ഏത് ഓപ്ഷൻ വേണോ, ഏത് ലെങ്ത് വേണോ നമുക്ക് കട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആദ്യത്തെ ഒരു 10 സെക്കൻഡ് റിമൂവ് ചെയ്യണം. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ, ഇത് സെക്കൻഡാണ്, ആദ്യത്തെ 5 സെക്കൻഡ് മതി. ആ ചെറിയ വീഡിയോ അല്ലേ, നശിപ്പിക്കണ്ട, 5 മതി. അപ്പോൾ അത് നോക്കിയോ, ഞാനിപ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് നിൽക്കുന്നതിന് 5:3 ഇരുന്നോട്ടെ. അത് ആദ്യം ട്രിം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും, അറിയാലോ, 5, അവിടെ 5ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിനുശേഷം സ്പ്ലിറ്റ് കൊടുക്കുക. ഈ സ്പ്ലിറ്റ് കൊടുത്തതിന് ശേഷം, അപ്പോൾ ആദ്യം ട്രിം ചെയ്തു, പിന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനോട്ട് മൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആദ്യത്തെ 5 സെക്കൻഡാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഹോറിസോണ്ടൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഡൗട്ട് ആവും. തിരിച്ച് ഇങ്ങനെ ചെയ്താൽ വീണ്ടും കൺഫ്യൂഷൻ ആവും. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഈ ഒരു പാരലൽ കണ്ടോ, ഈ പാരലൽ ഐക്കൺ വന്നില്ലേ, ആ പാരലൽ ഒരു കഴ്സർ വരുന്ന രീതിയിൽ ഇതിനെ ഇങ്ങോട്ട് മാറ്റുക. കണ്ടോ, അവിടെ ഗ്രേ ഔട്ടായി. അപ്പോൾ എനിക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഗ്രേ ഔട്ടായി. ഇത് തിരിച്ച് കൊടുത്ത് ഇത് അൺസ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അൺസ്പ്ലിറ്റ് ആവും. ഇവിടെ ഡിലീറ്റ് അല്ല ചെയ്യുന്ന, അൺസ്പ്ലിറ്റ് ആവുകയാണ്. ഞാൻ എന്തായാലും സ്പ്ലിറ്റ് സെലക്ട് ചെയ്തു, വീണ്ടും ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇത് ഇത്രയും പോർഷൻ പോകും. അത് നമുക്ക് വേണമെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. തിരിച്ച് വീണ്ടും ട്രിം കൊടുക്കുക.
ട്രിം കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് മാത്രമേ ആ ഓപ്ഷൻ വരുള്ളൂ. എന്നിട്ട് ഞാൻ ഈ പോർഷൻ വരുവാണെങ്കിൽ ഇതുവരെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. എന്നിട്ട് പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കണ്ടോ, അപ്പോൾ ഇതുകൊണ്ടേ പ്ലേ ചെയ്യുള്ളൂ. ഇതുകൂടി ഞാൻ പറയാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടം വരെ എത്തിയതിന് ശേഷം ഇതുവരെ സ്കിപ്പായി, പിന്നെ ഇവിടം തൊട്ടേ വരുള്ളൂ. നോക്കാം നമുക്ക്. കണ്ടോ, ഇവിടെ സ്കിപ്പായി ഇവിടെ വന്നു. അതാണ്. ഇനി നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി സേവ് ചെയ്താൽ മതി. ഞാനിനി വേറൊരു പോർഷൻ എനിക്ക് മിഡിലുള്ളൊരു പോർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. സോറി, അല്ല ഇതങ്ങ് എന്ത് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ ട്രിം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് ഞാനത് അൺസെലക്ട് ചെയ്തു. ഇപ്പം പഴയ വീഡിയോ തന്നെയാണ്. നമുക്ക് വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. മൊത്തം വരും. ഓക്കെ, ഇനി നമുക്ക് ഞാൻ വീണ്ടും ട്രിം ചെയ്യാൻ പോവാണ്. മിഡിൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ലാസ്റ്റിലെ കുറച്ച് പോർഷൻ ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വെച്ചു. ലാസ്റ്റിൽ കുറച്ചാണ് ട്രിം ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. എനിക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം പ്രിവ്യൂ കൊടുക്കുക ആസ് യൂഷ്വൽ വീണ്ടും. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. എനിവേ ഞാനത് ക്ലിയർ ചെയ്യുന്നു. എനിക്ക് മിഡിലാണ് ഇനി സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ട്രിം കൊടുക്കുന്നു. ഞാൻ എൻ്റെ വിൻഡോ കേഴ്സറിനെ ഒരു ഇവിടെ കൊണ്ടുവരുന്നു. ഈ ഒരു ഇതില്ലേ, ഇവിടെ കൊണ്ടു ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും സ്പ്ലിറ്റ് കൊടുക്കുന്നു. ഞാൻ ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഇത്രയും എനിക്ക് വേണ്ടെന്ന് വെച്ചോളൂ. എന്നിട്ട് പ്രിവ്യൂ നോക്കുക. എന്നിട്ട് ഇതിനെ ആദ്യം മുതൽ വെച്ചിട്ട് ഇവിടെ വെച്ച് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ എത്തി. ഇവിടെ സ്കിപ്പ് ആവും. ഇപ്പോൾ അതെ, കണ്ടോ, ഇവിടെ സ്കിപ്പായി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സേവ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. It might take few hours for your changes to apply. During that time, viewers will see the current version of the video. അപ്പം ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ ഇത് കാണുന്നവർക്ക് പഴയ വീഡിയോ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ എനിക്കൊന്നും ചിലപ്പോഴേക്കും എനിക്കൊരു 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ക്ഷമ ചെയ്യുക. പെട്ടെന്ന് കിട്ടത്തില്ല. അതാണ് എല്ലാവർക്കും എനിക്ക് പറ്റിയ അബദ്ധം അതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്തു, മൊത്തം കുളമായി. പിന്നെ അവസാനമാണ് മനസ്സിലായത് ഇത് ഒരുപാട് സമയം എടുക്കുമെന്ന്. എനിവേ നമുക്ക് നോക്കാം. സേവ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ഈസ് ബീങ് പ്രോസസ്ഡ്, പ്ലീസ് ചെക്ക് ബാക്ക് ലേറ്റർ. ഒരുപക്ഷെ 1-2 മണിക്കൂർ ഇതൊക്കെ എടുക്കും. നമ്മൾ ഒന്നുകിൽ ഇത് കളയുക, ഈ സ്ക്രീൻ അസിറ്റ് അങ്ങനെ ഇട്ട് പോവുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. പ്രശ്നമില്ല, എന്തായാലും അത് എഡിറ്റിംഗ് ആയി കഴിഞ്ഞു. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലാസിക്ക് പോവുക. ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലാസിക്ക് പോയിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഞാൻ അതുകൂടെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലാസിക്ക് പോയിട്ടും ചെയ്യാം. പക്ഷേ അതൊരു അത്ര ഫീസിബിൾ അല്ലത്. ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് ഇത്രയും ഒരു എന്താ പറയുക, ഫീച്ചേഴ്സ് കുറവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും യൂട്യൂബേഴ്സിനെന്നല്ല, ഏവർക്കും നമുക്ക് ചെറിയ ചാനൽ ഉണ്ടാക്കി പഠിക്കാം, എഡിറ്റ് ചെയ്യാം. ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു യൂട്യൂബിൻ്റെ തന്നെ ഫ്രീ ടൂളാണ്. നമുക്കൊരു എല്ലാവർക്കും ചാനൽ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ മറ്റ് എഫക്ട്സ് കൊടുക്കാം. ഞാനിപ്പോൾ എഫക്ട്സ് കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ അധികം ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ എപ്പിസോഡുമായി ദ ബ്രൈറ്റ് സൈഡ് വിൽ ബി ബാക്ക്. Thank you all.